ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു ഷഹനാസ് ഈസി ടിപ്സ്. അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് നല്ല ഒരു അസല് പാൽപ്പൊരിയുടെ റെസിപ്പിയുമായാണ്. അപ്പോൾ കഴിഞ്ഞ 2 ദിവസമായിട്ട് നമ്മുടെ ചാനലിൽ വീഡിയോ ഇല്ലായിരുന്നു. കുറച്ച് തിരക്കൊക്കെ കാരണം വീഡിയോ ഇടാൻ പറ്റിയില്ല. അപ്പോൾ എല്ലാവരോടും ആദ്യം തന്നെ ക്ഷമ ചോദിക്കുന്നു. പക്ഷേ ഞാൻ ഇന്നൊരു സൂപ്പർ വളരെ എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റുന്ന ഒരു ഡിഷിൻ്റെ റെസിപ്പി ആയിട്ടാണ് വന്നിരിക്കുന്നത്. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോവാം. ആദ്യം ഇതിനായി ഞാനിപ്പോൾ ഒരു നോൺ സ്റ്റിക്കിൻ്റെ പാൻ എടുത്തിട്ടുണ്ട്. ഈ പാനിലേക്ക് നമുക്കൊരു 1/2 കപ്പ് അളവിൽ കോൺഫ്ലവർ ചേർത്ത് കൊടുക്കാം. പിന്നെ ഇതിലേക്ക് വേണ്ടത് മധുരത്തിന് ആവശ്യമായിട്ടുള്ള പഞ്ചസാരയാണ്. ഞാനിപ്പോൾ 1/2 കപ്പ് തികച്ചെടുത്തിട്ടില്ല, കുറച്ച് കുറവ്. അപ്പോൾ നിങ്ങളുടെ മധുരത്തിനനുസരിച്ച് എടുക്കാം. ഇവിടെ ആർക്കും അത്ര മധുരം ഇഷ്ടമില്ല. ഇനി ഇതിലേക്ക് നമ്മുടെ മെയിൻ ഇൻഗ്രീഡിയൻ്റായ നമ്മുടെ പാൽ ഒഴിച്ചു കൊടുക്കാം. ഞാനിപ്പോൾ 2 കപ്പ് പാൽ എടുത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഇത് എത്ര ക്വാണ്ടിറ്റിയിൽ വേണമെന്നനുസരിച്ച് പാലിൻ്റെ അളവും കോൺഫ്ലവറിൻ്റെ അളവും പഞ്ചസാരയുടെ അളവൊക്കെ എടുക്കുക. ഇനി ഇത് നമുക്ക് ലംസ് ഒന്നും ഇല്ലാണ്ട് നന്നായി ഒന്ന് ഇളക്കിയെടുക്കണം. പെട്ടെന്ന് വീട്ടിലേക്കൊരു ഗസ്റ്റൊക്കെ കയറി വരുമ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു ഡിഷാണ്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കിയിട്ട് എനിക്ക് മറക്കാണ്ട് ഫീഡ്ബാക്ക് അറിയിക്കുക. അപ്പോൾ ഇതുപോലുള്ള സൂപ്പർ വീഡിയോസിനായിട്ട് എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ഇപ്പോൾ തന്നെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. കൂടെ വരുന്ന കുഞ്ഞു ബെൽ ബട്ടൺ കൂടി മറക്കാതെ ക്ലിക്ക് ചെയ്യുക. ബെൽ ബട്ടൺ അമർത്തുമ്പോൾ ഓൾ എന്ന ഓപ്ഷൻ പ്രസ് ചെയ്യുക. വീഡിയോയ്ക്ക് ഇപ്പോൾ തന്നെ ഒരു ലൈക്ക് ഇട്ടോ, യാതൊരു കുഴപ്പമില്ല കേട്ടോ. ഇതിപ്പോൾ കട്ടൊന്നും ഇല്ലാണ്ട് നന്നായി മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് ഗ്യാസ്മ വെക്കാം. ഇനി നമ്മുടെ ഈ പാലൊക്കെ ഒന്ന് കുറുകി കുറച്ച് കട്ടയായിട്ട് വരണം. അതുവരെ നന്നായി മിക്സ് ചെയ്തുകൊണ്ട് എടുക്കുക. അല്ലെങ്കിൽ നമ്മുടെ നോൺ സ്റ്റിക്കിൻ്റെ പാനാണെങ്കിലും അടിക്ക് പിടിക്കാൻ ചാൻസ് ഉണ്ട്. ഒരു മീഡിയം ഫ്ലെയിമിലൊക്കെ ഇട്ടിട്ട് ഇത് മിക്സ് ചെയ്താൽ മതി. അപ്പോഴത്തേനും ഒരു 5 മിനിറ്റ് ഒക്കെ ആകുമ്പോഴത്തേനും നമ്മുടെ പാലൊക്കെ നന്നായി കുറുകി വരും. പിന്നെ ഇതിലേക്ക് ചേർക്കുന്നത് ഒരു 1/2 ടീസ്പൂൺ വാനില എസൻസ് ആണ്. അപ്പോൾ എനിക്ക് പേഴ്സണലി തോന്നിയത് ഏലക്ക ഇടണമായിരിക്കും ഒന്നും കൂടി നല്ലതെന്നാണ് തോന്നുന്നത്. ഇനി ഏലക്കയുടെ ടേസ്റ്റ് ഇഷ്ടമില്ലാത്തവരാണെങ്കിൽ വാനില എസൻസ് വെച്ചോ, കുഴപ്പമൊന്നുമില്ല. മധുരം ബാലൻസ് ചെയ്യാനായിട്ട് ഇനി ഇതിലേക്ക് ഒരു നുള്ളു ഉപ്പിട്ട് കൊടുക്കാം. ഉപ്പ് കൂടണ്ട, ഒരു നുള്ളു തന്നെ മതി. 4 മിനിറ്റ് ആയപ്പോഴേക്കും നമ്മുടെ പാലൊക്കെ നന്നായി കുറുകി കുറച്ച് തിക്കായി വന്നിട്ടുണ്ട്. അപ്പോൾ ഇത്രയും തന്നെ മതി. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. ഇനി അധികം നേരം ഇതിൽ വെച്ചാൽ ഇവിടെ തന്നെ ഇരുന്ന് സെറ്റായി പോകും. അപ്പോൾ വേഗം തന്നെ ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് ഒരു പാത്രത്തിൽ കുറച്ച് നെയ്യ് പരട്ടി വെക്കുക. ഞാൻ ഈ ഒരു പാത്രത്തിലാണ് സെറ്റ് ചെയ്യാൻ വെക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് ഏത് പാത്രത്തിലും സെറ്റ് ചെയ്യാൻ വയ്ക്കാം, യാതൊരു കുഴപ്പമില്ല. ഇനി നമ്മുടെ മിക്സ് ഈ പാത്രത്തിലേക്ക് ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് പെട്ടെന്ന് തന്നെ ഒന്ന് ടാപ്പ് ചെയ്ത് നമുക്ക് റെസ്റ്റ് ചെയ്യാൻ വെക്കാം. ഇതിൻ്റെ ചൂടൊക്കെ ആറി ഒന്ന് സെറ്റായി വരണം. അപ്പോൾ ഇത് പെട്ടെന്ന് കിട്ടാൻ വേണ്ടിയിട്ട് ഞാനിപ്പോൾ ഇതൊരു 1 മണിക്കൂർ ഫ്രിഡ്ജിൽ വയ്ക്കുന്നുണ്ട്. ഇപ്പോൾ ഇത് കറക്റ്റായി വന്നിട്ടുണ്ട്. പാത്രത്തിലൊന്നും പിടിക്കാണ്ട് നമുക്ക് പെർഫെക്റ്റായി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതൊരു വേറെ പാത്രത്തിലേക്ക് മാറ്റാം. കണ്ടില്ലേ, ഇത് സൂപ്പറായി വന്നിട്ടില്ലേ? ഇനി നമുക്കിത് മുറിച്ചെടുക്കാം. ഞാനിപ്പോൾ ഇത് ഉദ്ദേശിക്കുന്ന ഒരു സ്ക്വയർ ഷേപ്പിൽ മുറിച്ചെടുക്കാനായിട്ടാണ്. അപ്പോൾ നമുക്ക് ആദ്യം ഇതിൻ്റെ അരയൊക്കെ ഒന്ന് മുറിച്ചെടുക്കാം. നിങ്ങൾക്കിത് ഏത് ഷേപ്പിൽ വേണമെങ്കിലും കട്ട് ചെയ്യാം കേട്ടോ, യാതൊരു പ്രശ്നമില്ല. അതൊക്കെ നമ്മുടെ ഇഷ്ടമാണ്. ഞാനിപ്പോൾ ഇത് ഏകദേശം ഒരു ചതുര രൂപത്തിൽ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് ചെറിയ ചെറിയ കട്ടകൾ പോലെ മുറിച്ചെടുക്കാം. ഇതിപ്പോൾ ഇതെല്ലാം കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കൊരു മിക്സ് ഉണ്ടാക്കണം. അപ്പോൾ അതിനായിട്ട് ഞാനിപ്പോൾ ഒരു 2 ടേബിൾ സ്പൂൺ കോൺഫ്ലവർ എടുത്തിട്ടുണ്ട്. അതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് നല്ല കട്ടയില്ലാണ്ട് നന്നായി മിക്സ് ചെയ്തെടുക്കുക. പിന്നെ നമുക്ക് കുറച്ച് ബ്രെഡ് ക്രംസും വേണം. ഇനി നമ്മുടെ ഓരോ കട്ടകളായി എടുത്തിട്ട് നമ്മുടെ ഈ മിക്സിലൊന്ന് മുക്കിയിട്ട് നമ്മുടെ ബ്രെഡ് ക്രംസിൽ ഇട്ടെടുക്കുക. അപ്പോൾ ഇത്രയേ ഉള്ളൂ, വളരെ സിമ്പിളാണ്. ഇതുപോലെ ഇനി ബാക്കിയെല്ലാം ചെയ്തെടുക്കാം. ഇത് ഞാനിപ്പോൾ എല്ലാം റെഡിയാക്കി എടുത്തിട്ടുണ്ട്. നമ്മൾ നേരത്തെ അരി കട്ട് ചെയ്തപ്പോൾ ബാക്കി വന്നില്ലേ, അത് ഇതിൽ കൂടെ എടുത്തിട്ടുണ്ട്. അത് കളയൊന്നും വേണ്ട. ഞാനിപ്പോൾ ഷേപ്പിന് വേണ്ടിയിട്ട് മാത്രമാണ് സ്ക്വയർ എടുത്തത്. അത് നമുക്ക് പൊരിച്ചെടുക്കാം. പൊരിച്ചെടുക്കാനായിട്ട് ഞാനിപ്പോൾ ഇവിടെ ഒരു ചട്ടി വെച്ചിട്ടുണ്ട്. ഈ ചട്ടി ചൂടായി വരുമ്പോൾ അതിലേക്ക് നമുക്ക് ഓയിൽ ഒഴിച്ചു കൊടുക്കാം. ഞാനിപ്പോൾ ഇവിടെ ഡീപ്പ് ഫ്രൈ ആണ് ചെയ്യുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഇത് ഷാലോ ഫ്രൈയും ചെയ്തെടുക്കാവുന്നേ ഉള്ളൂ. പിന്നെ പേഴ്സണലി എനിക്ക് തോന്നിയത് നമ്മൾ ചെറിയൊരു കഷ്ണങ്ങളാക്കുന്നതായിരിക്കും ഒന്നും കൂടിയും ടേസ്റ്റ് എന്നാണ് എനിക്ക് തോന്നുന്നത്. അപ്പോൾ നമ്മുടെ എണ്ണയൊക്കെ ചൂടായി വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്കിനി ഇത് ഓരോന്നായിട്ട് ഇട്ട് കൊടുക്കാം. എണ്ണ നന്നായി ചൂടായതിന് ശേഷം മാത്രം ഇട്ട് കൊടുക്കുക. ഇട്ടതിന് ശേഷം ഫ്ലെയിം നന്നായി കുറച്ച് കൊടുക്കാം. പ്രത്യേകിച്ച് വേവാനൊന്നുമില്ലല്ലോ, അപ്പോൾ പെട്ടെന്ന് തന്നെ റെഡിയാവും. ഇട്ടപാട് തന്നെ മറിച്ച് കൊടുക്കുക. ബ്രെഡ് ക്രംസ് ആയതിൻ്റെ പേരിൽ പെട്ടെന്ന് തന്നെ കരിഞ്ഞു പോകാൻ ചാൻസ് ഉണ്ട്. ഫസ്റ്റ് ട്രിപ്പ് റെഡി ആയി വന്നിട്ടുണ്ട്. പിന്നെ ഇതുപോലെ ബാക്കിയുള്ളതൊക്കെ നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ ഇത്രയേ ഉള്ളൂ, വളരെ ടേസ്റ്റിയായ
നമ്മുടെ പാൽപ്പൊരി ഇവിടെ റെഡി ആയി വന്നിരിക്കുകയാണ്. അപ്പോൾ ഒരു പ്രാവശ്യവും എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. വളരെ എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റുന്ന ഒരു ഡിഷാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. പുറമേ ക്രിസ്പിയും ഉള്ളിൽ നല്ല സോഫ്റ്റും സ്പോഞ്ചും ആയിട്ടുള്ള ഒരു റെസിപ്പിയാണ്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ ഫാമിലിയും ഫ്രണ്ട്സും കാണണമെന്ന് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഷെയർ ചെയ്യാനും മറക്കരുത്. അപ്പോൾ ഇതുപോലുള്ള സൂപ്പർ വീഡിയോസുമായി വരുന്നവരെ ബൈ ബൈ.